നമ്മൾ ഇന്ത്യക്കാരായ എല്ലാ വ്യക്തികളുടെയും ആത്മാഭിമാനത്തിന്റെ പ്രതീകമാണ് നമ്മുടെ കേണൽ സോഫിയ ഖുറേഷി. ആ ഒരു വാക്ക് കേൾക്കുമ്പം തന്നെ നമുക്കെല്ലാവർക്കും വളരെയധികം അഭിമാനം തോന്നുന്ന, പ്രത്യേകിച്ചും സ്ത്രീകളുടെ അഭിമാനത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ് സോഫിയ ഖുറേഷിയെ നമ്മൾ കണക്കാക്കുന്നത്. അവരുടെ കഴിവും അവരുടെ ആത്മധൈര്യവും എല്ലാം കൊണ്ടാണ് ഇന്ത്യൻ ആർമിക്കൊരു മികച്ചൊരു നേട്ടം തന്നെ കൈവരിക്കാനാവുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെയുള്ളപ്പോഴാണ് മധ്യപ്രദേശിലെ വിജയ് ഷാ എന്ന് പറയപ്പെടുന്ന മന്ത്രി ഭീകരരുടെ സഹോദരി എന്നും പറഞ്ഞ് അവരെ ആരോപിച്ചിരിക്കുന്നത്. അവരൊരു മുസ്ലിം സ്ത്രീയാണെന്നുള്ള രീതിയിലാണ് അവർ പറയുന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഈ ഒരു അവസരത്തിൽ അവരേത് ജാതിയാണെന്നൊന്നും തോന്നിയില്ല. നമുക്ക് നമ്മുടെ ഇന്ത്യനെ രക്ഷിച്ച നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാഭിമാനത്തിന്റെ പ്രതീകമായിട്ടാണ് നമ്മൾ ഇന്ത്യൻ ആർമിയിലെ കേണലായ സോഫിയ ഖുറേഷിയെ കണക്കാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ ഇതുപോലെ ഇങ്ങനെയുള്ള വാക്കുകൾ പരാമർശിച്ച ഇയാൾ ഇനി ഒരു മന്ത്രി സ്ഥാനത്തിലേക്ക് തുടരണമെന്ന് അങ്ങനെ ഒരു ഇതിലേക്ക് മുമ്പോട്ട് പോകണമെന്ന് അതിനൊരു അർഹനാണോ എന്ന് നമുക്ക് യാതൊരു രീതിയിലും തോന്നുന്നില്ല. അങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മുടെ രാജ്യദ്രോഹത്തിന് തുല്യമായിട്ടാണ് നമ്മുടെ ഇന്ത്യക്ക് അഭിമാനമായ ഈ ധീര വനിതയെ അധിക്ഷേപിച്ചപ്പോൾ അയാൾ അങ്ങനെ ഒരു മന്ത്രിസ്ഥാനത്തിന് യാതൊരുവിധ അർഹനും അല്ലെന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്.